നമ്മുടെ ജാവ ഫൺ അക്വേറിയങ്ങളിൽ വാട്ടർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് എടുത്ത ഒരു ഷോർട്ട് വീഡിയോ ആണ്. 2 അക്വേറിയങ്ങളിലെയും പ്ലാന്റ്സ് നമ്മൾ 2 ട്രേകളിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചെടികളുടെ കെയറുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ 2 ട്രേകളിലും കിടക്കുന്ന ചെടികളെല്ലാം വളരെ ചെറിയ സൈസ് ചെടികളാണ്. തീരെ ചെറിയതല്ല, ഒരു മീഡിയം സൈസ് എന്ന് വേണമെങ്കിൽ പറയാം. എന്തുകൊണ്ടാണ് ഇവരുടെ ഗ്രോത്ത് ഈ ഒരു സൈസിൽ ലിമിറ്റ് ചെയ്ത് നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ 2 അക്വേറിയങ്ങളിലും നിറച്ച് ഈ ഒരു ചെടികൾ ഈ ഒരു സൈസിൽ ഫില്ലായിട്ടുണ്ട്. ഇങ്ങനെ ഫില്ലായി കഴിഞ്ഞ് കഴിഞ്ഞുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഗ്രോത്ത് വളരെ സ്ലോ ആവും. കണ്ടില്ലേ, ഏകദേശം ഈ സൈസ് വരുന്ന ചെടികളാണ് നിറച്ച് ഫില്ലായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആക്ച്വലി നല്ല സൈസ് വയ്ക്കുന്ന ചെടിയാണ്. അതായത് ഇതിൻ്റെ റൈസോമൊക്കെ നല്ല തിക്കായിട്ട് വലിയ ഇലകളായിട്ട് മാറും. ആ ഒരു സൈസിലേക്ക് പല ചെടികളും എത്തിയിട്ടില്ല. അതിൻ്റെ കാരണം ഇതാണ്. അതായത് അക്വേറിയത്തിനകത്ത് ഇങ്ങനെ ഫില്ലായിട്ട് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്ക് വലുതാവാനുള്ള സ്പേസ് ഉണ്ടായിരിക്കില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉദ്ദേശം ഈ ഒരു ചെടി ഈ ഒരു സൈസാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. ഏകദേശം ഈ ഒരു രീതിയിലൊക്കെ തന്നെ വളർത്തിയാൽ മതി. കുറച്ച് തിക്കായിട്ട് നിന്നാലും വലിയ പ്രശ്നമൊന്നുമില്ല അക്വേറിയത്തിനകത്ത്. അതേസമയം ഇത് വലിയ സൈസിലേക്ക് കൊണ്ടുവരണമെന്ന് ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ പുതിയൊരു സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ടാങ്ക് സെറ്റ് ചെയ്തതിന് ശേഷം അതിനകത്ത് എണ്ണം കുറച്ച് സെറ്റ് ചെയ്യാണ് വേണ്ടത്. അതായത് കുറച്ച് എണ്ണമേ സെറ്റ് ചെയ്യാൻ പാടുള്ളൂ. എന്നിട്ട് അതിനകത്ത് ആവശ്യത്തിന് സ്പേസും മീനുകൾക്ക് ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ മീനുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റ് ആയിരിക്കും ഇവർ ന്യൂട്രിയൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ വാട്ടർ ക്വാളിറ്റി ജസ്റ്റ് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. അതായത് അസിഡിക് ആവാതെ pH ഒക്കെ ചെക്ക് ചെയ്ത്. പിന്നെ ആവശ്യത്തിന് സൺലൈറ്റ്, ഈ ഒരു ചെടിക്ക് ലോ ലൈറ്റ് മതി, അതുകൊണ്ട് വളരെ എളുപ്പമാണ്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ടാങ്കിൽ കുറച്ച് ചെടികൾ മാത്രം വെച്ച് കഴിഞ്ഞാൽ ഓരോ ചെടിയും അതിൻ്റെ മാക്സിമം സൈസിലെത്തും. അതായത് റൈസോമൊക്കെ നല്ല തിക്കായി നല്ല വണ്ണത്തിൽ നല്ല നീളത്തിൽ തന്നെ വളരാൻ തുടങ്ങും. അതുപോലെ തന്നെ ഇലകളൊക്കെ നല്ല കട്ടിയായിട്ട് നല്ല ഹൈറ്റിൽ വളർന്നു വരാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെ വലിയ സൈസ് ആക്കാനാണ് നമ്മുടെ ഉദ്ദേശമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ടാങ്കിനകത്ത് എണ്ണം കുറച്ചേ നട്ടു കൊടുക്കാവൂ. അപ്പോൾ ആ ചെറിയ സൈസിലുള്ളതെല്ലാം മാക്സിമം സൈസിലേക്ക് തന്നെ വരും. നല്ല സ്പേസ് വേണം ശരിക്കും ടാങ്കിനകത്ത്, എന്നാലേ അത്രയും സൈസിലേക്ക് വളർന്നു വരൂ. പിന്നെ ഈ ജാവ ഫേൺ എന്ന് പറയുന്നത് ഒരു റൈസോം പ്ലാന്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഇലകൾ വളർന്നു വരുന്നത് ഒരു തണ്ടിൽ നിന്നാണ്. തണ്ടിനെയാണ് റൈസോം എന്ന് പറയുന്നത്. ഈ റൈസോം ഒരു കാരണവശാലും മണ്ണിൻ്റെ അല്ലെങ്കിൽ ഗ്രാവലിൻ്റെ ഉള്ളിലേക്ക് പോകാൻ പാടില്ല. ഇതിൻ്റെ വേരുകൾ മാത്രമേ നമ്മൾ മണ്ണിൻ്റെയോ ഗ്രാവലിൻ്റെയോ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാനായിട്ട് പാടുള്ളൂ. അല്ല, റൈസോം മണ്ണിൻ്റെ ഉള്ളിലേക്ക് താഴ്ന്നു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ആ തണ്ട് താഴ്ന്നു പോയി കഴിഞ്ഞാൽ തണ്ട് ചെയ്യാനായിട്ട് തുടങ്ങും. പിന്നെ മൊത്തം ചെടി കേടായി പോകും. അതുകൊണ്ട് ഇത് മണലിലോ ഗ്രാവലിലോ സെറ്റ് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ചെടി നമുക്ക് ഡ്രിഫ്റ്റ് വുഡിലോ കല്ലിലോ ഒക്കെ വെച്ച് കെട്ടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ പടർന്ന് പിടിച്ചോളും. ആ ഒരു കാര്യത്തിൻ്റെ പേര് തന്നെയാണ് ഈ ഒരു ചെടി ഫേമസ് ആയിട്ടുള്ളത്. അക്വാസ്കേപ്പിംഗ് പോലുള്ള സംഭവങ്ങളിലൊക്കെ ഡെക്കറേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് ഈ രീതിയിലാണ് കൂടുതൽ ഈ ചെടി യൂസ് ചെയ്യാറുള്ളത്. പക്ഷേ എനിക്ക് അത്ര താല്പര്യമില്ല അങ്ങനെ ചെയ്യുന്നതിനോട്. അതുകൊണ്ട് ഞാൻ കൂടുതലും പോട്ടുകളിൽ സാൻഡ് നിറച്ച് സാൻഡിലാണ് ഇത് ഫിക്സ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ വേരുകൾ മാത്രം നമ്മൾ സാൻഡിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്താണ് ഞാനിത് വളർത്തുന്നത്. അക്വേറിയങ്ങളിൽ അങ്ങനെയാണ് ഇതുവരെ ഞാൻ വളർത്തിയിട്ടുള്ളത്. നമ്മുടെ 2 അക്വേറിയങ്ങളിലും സക്സസ്ഫുള്ളായിട്ട് തന്നെ ഇത് വളർന്നിട്ടുണ്ട്.